നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം 100% ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ് നേമം. ആ ആത്മവിശ്വാസത്തിൽ ഒരു പക്ഷേ ഒരു പോയിന്റിനപ്പുറത്തേക്ക് അവർ വിജയിച്ചു എന്ന് തന്നെ സ്വയം വിശ്വസിക്കുന്ന മണ്ഡലമാണ് നേമം. അതിന് ഉദാഹരണമാണ് 2025 ഡിസംബർ മാസം തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഒരു വാർത്താ സമ്മേളനത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ നേമം എന്നുള്ള ചർച്ച ആരംഭിക്കുന്നത്. അതായത് ഞാനവിടെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. സാധാരണഗതിയിൽ നമുക്കറിയാം BJPയുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് കേന്ദ്ര നേതൃത്വമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്, പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഒരു ചരിത്രത്തിലാദ്യമായ ഒരു BJP പ്രസിഡന്റ് സ്വന്തം സ്ഥാനാർത്ഥിത്വം ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നേമത്താണ്. ആ രീതിയിൽ അത്രയും കോൺഫിഡൻ്റ് ആയ ഒരു മണ്ഡലമാണ് നേമം എന്നുള്ള കാര്യം BJPയുടെ കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം അതിശക്തമായ ഒരു കോട്ടയായി നേമത്തെ മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ വാർഡുകൾ മാത്രമുള്ള 20-ലധികം കോർപ്പറേഷൻ വാർഡുകൾ മാത്രമുള്ള ഒരു മണ്ഡലമാണ് നേമം. നേമത്ത് നേരത്തെ ഇപ്പോൾ കാട്ടാക്കടയുടെ ഭാഗമായി നിൽക്കുന്ന മറ്റ് പല ഭാഗങ്ങളും നേരത്തെ നേമത്തിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ 2011 ശേഷം അവസ്ഥ വ്യത്യസ്തമാണ്. ഇപ്പം BJPയുടെ ശക്തമായ കോട്ടയാണ് എന്ന് മാത്രമല്ല, ഇപ്പം ശിവൻകുട്ടിയെ കുറിച്ച് നേരത്തെ സായി സൂചിപ്പിച്ചു. ശിവൻകുട്ടി ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ, ഒരു ക്യാബിനറ്റ് അംഗം എന്നുള്ള രീതിയിൽ പെർഫോമൻസ് ഈ പറഞ്ഞതുപോലെ വലിയ പ്രശംസ അർഹിക്കുന്ന, വലിയ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ശിവൻകുട്ടിയുടെ പെർഫോമൻസ് മണ്ഡലത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ശിവൻകുട്ടിക്ക് അത്രയൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയ മണ്ഡലം ആയിരുന്നില്ല നേമം എന്ന് നമ്മൾ മനസ്സിലാക്കണം. O രാജഗോപാൽ 2014 വിജയിക്കുന്ന സമയത്ത് ശിവൻകുട്ടി നേടിയ 59,000-ഓളം വോട്ടുകളാണ്. ഈ 59,000 വോട്ട് അദ്ദേഹത്തിന് 2021 ഈ പറഞ്ഞ BJPയുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു കേട്ടോ എന്ന് പറഞ്ഞ സമയത്ത് ശിവൻകുട്ടിക്ക് നേടാൻ സാധിച്ചിട്ടില്ല. 4,000 വോട്ട് കുറവാണ് 2021 ശിവൻകുട്ടി നേടിയത്. എന്ന് വെച്ചാൽ 59,000-ൽ നിന്ന് 55,000-ലേക്ക് കുറഞ്ഞു. അവിടെ 13,000 വോട്ട് മാത്രം ഉണ്ടായിരുന്നുള്ള കോൺഗ്രസ് ഇരട്ടിയിലധികം വോട്ട് വാങ്ങി. കെ മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലൂടെ 34,000-ലധികം വോട്ട് വാങ്ങിയ കൊണ്ട് മാത്രമാണ് അവിടെ ശിവൻകുട്ടിക്ക് വിജയിക്കാൻ സാധിച്ചത്. അതിനപ്പുറത്തേക്ക് ശിവൻകുട്ടി പൂട്ടിയ അക്കൗണ്ട് അല്ല നിയമം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കത്തിനും ഇവിടെ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇപ്രാവശ്യവും അത് തന്നെയാണ് സാഹചര്യം. നോക്കൂ, BJPയുടെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേമത്ത് BJPക്കുണ്ട്. അതുമാത്രമല്ല, ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിച്ച 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അവർക്ക് 22,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേമത്തുണ്ട്. എന്ന് മാത്രമല്ല, നേമത്തിൻ്റെ ഒരു ഡെമോഗ്രഫി എടുത്ത് പരിശോധിച്ചാൽ, നേമത്തെ ഒരു സാമുദായിക സമവാക്യം എടുത്ത് പരിശോധിച്ചാൽ 60%-ലധികം ഹിന്ദു വോട്ടുകളുള്ള മണ്ഡലമാണ് നേമം. അതിൽ തന്നെ ഭൂരിപക്ഷവും നായർ വോട്ടർമാരാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നായർ സ്ഥാനാർത്ഥിയെ, അതും തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് സവർണ മിഡിൽ ക്ലാസ് വോട്ടുകളുടെ ഒരു പ്രത്യേക ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. അതിലാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നത്. ആ ഒരു പ്രത്യേക ക്യാരക്ടറിനെ എൻഗേജ് ചെയ്യാനാണ് രാജീവ് ചന്ദ്രശേഖർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം, ഈ പറഞ്ഞ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ശ്രമിച്ചിട്ടുള്ളത്. വളരെ വിദ്യാസമ്പന്നനായ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന, ഒരുപക്ഷെ മലയാളം സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത നായരായ ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അവിടെയുള്ള ആളുകൾ എന്നുള്ളത് ശശി തരൂരിൻ്റെ തുടർച്ചയായുള്ള വിജയത്തിൽ നിന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിലൊരു പടി മുന്നിൽ ശശി തരൂരിൻ്റെ ഇംഗ്ലീഷാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ കോൺഗ്രസിന് ശശി തരൂരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ ഒരു ഇമേജിനെ, ഈ ഒരു വരവിനെ തടയാൻ സാധിക്കുകയുള്ളൂ. അത്രയും കോൺഫിഡൻസിൽ അവർ മുന്നോട്ട് വരുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം തെളിയാൻ പോകുന്നത്. അവിടെ നോക്കൂ, നിങ്ങൾ കെ മുരളീധരനെ പോലെ അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കും എന്നുള്ളത്. അവിടെ നേമം ഷജീറിനെ മത്സരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ചർച്ചകളാണ് കോൺഗ്രസ് നടത്തുന്നത്. അതൊരു വലിയ ബ്ലണ്ടറായിരിക്കും. അവിടെ അത് എൻഗേജ് ചെയ്യാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. BJPക്ക് അത്രയധികം കോൺഫിഡൻസ് ഉള്ള, അത്രയധികം വേരോട്ടമുള്ള, വിജയിക്കുമെന്ന് 100% ഉറപ്പുള്ള, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അതിൻ്റെ എല്ലാ തരത്തിലുള്ള സൂചനകളും വളരെ കൃത്യമായി പ്രകടമായിട്ടുള്ള, അത്രയും ആത്മവിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് നേമം എന്നുള്ളത് കൊണ്ട് തന്നെ BJPയുടെ ആ കോൺഫിഡൻസിനെ തകർക്കണമെങ്കിൽ അത്രയും വലിയൊരു കോൺഗ്രസ് നേതാവ് അവിടെ രക്തസാക്ഷിത്വം വരിക്കാൻ മുന്നോട്ട് വരണമെന്നുള്ള കാര്യം മാത്രമേ ഇവിടെ പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരാൾ രക്തസാക്ഷിത്വം വരിക്കാൻ മുന്നോട്ട് വന്നാൽ മാത്രമേ BJPയുടെ തേരോട്ടത്തെ തടയാൻ സാധിക്കൂ. അതിന് ഏറ്റവും മികച്ച
മികച്ച ഓപ്ഷൻ ശശി തരൂരാണ്. ശശി തരൂരിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ശശി തരൂർ പരാജയപ്പെടേണ്ടി വന്നേക്കാം. പക്ഷേ എങ്കിൽ മാത്രമേ രാജീവ് ചന്ദ്രശേഖരനെ തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ. വി ശിവൻകുട്ടി മാത്രമായ ഒരു വിജയം ഉണ്ടാക്കുന്നില്ല. അത് കോൺഗ്രസിന് കൂടി അവകാശപ്പെട്ട വിജയമാണത്. വി ശിവൻകുട്ടി മന്ത്രി അപ്പൂപ്പനായിരിക്കാം, പൂക്കിയായിരിക്കാം, എല്ലാമായിരിക്കാം. പക്ഷേ നേമത്തുള്ള ഈ പറഞ്ഞ സവർണ ഹിന്ദു മിഡിൽ ക്ലാസ് കൺസോൾട്ടേഷനെ തകർക്കാൻ സാധിക്കുന്ന ഒരു 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 ക്രൗഡ് പുള്ളിങ്, അതിനെ ഒരു കൺസോൾട്ടേഷൻ സാധിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. അതിന് കൂടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2 തവണ ഒരു ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ആ ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വി ശിവൻകുട്ടിക്ക് 55,000 വോട്ട് തന്നെ ബാഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. എങ്കിൽ മാത്രമേ 4000-ന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ 2021 വിജയിച്ചത്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇതൊരു BJP വിരുദ്ധ സഖ്യത്തിന് മാത്രം വിജയിപ്പിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന BJPയുടെ തേരോട്ടമാണ് നേമത്ത് നടക്കുന്നത്. അത് സംഭവിച്ചില്ലെങ്കിൽ, അത്ര ശക്തമായ ഒരു സ്ഥാനാർത്ഥിയുമായി കോൺഗ്രസിന് രംഗത്ത് വരാൻ സാധിച്ചില്ലെങ്കിൽ 100% ഉറപ്പ് പറയാൻ സാധിക്കും BJPക്ക് അവിടെ ഇത്തവണയും അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. അതാണ് നേമത്തിൻ്റെ ചിത്രം.